ബജ്രംഗ് ദൾ പ്രവർത്തകരെ. ഛത്തീസ്ഗഡിലെ വേട്ടയാടലിന് ശേഷം പുതിയ മേച്ചിൽപ്പുറം തേടി നിങ്ങൾ ഒഡീഷയിലെത്തിയിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ആക്രമണം ഒറ്റപ്പെട്ടതാണെന്ന് വാദിച്ച നേതാക്കന്മാരെ നിങ്ങളിത് കൺതുറന്ന് കണ്ടാലും ഭാരതത്തിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. മൗനം ഭജിക്കുന്നവർക്കൊരു ഓർമ്മപ്പെടുത്തൽ. രാത്രിയിൽ മലയാളികളായ വൈദികരെയും സന്യസ്തരെയും 80ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. ബൈബിൾ വലിച്ചെറിഞ്ഞു. ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. അരമണിക്കൂറോളം നീണ്ട പീഡനത്തിനൊടുവിൽ പോലീസ് എത്തിയപ്പോൾ പലരും പേടിച്ചോടി. അവശേഷിച്ചവർ വൈദികരെയും സന്യസ്തരെയും കസ്റ്റഡിയിലെടുക്കണമെന്ന് പോലീസിനോട് ആക്രോശിക്കുന്നു. പിന്നീട് സംഭവിച്ചതോർത്താൽ ഭാരതത്തിൽ നിയമവാഴ്ചയാണോ അതോ ബജ്രംഗ് ദൾ വാഴ്ചയാണോ എന്ന സംശയം തോന്നും. വൈദികരും സന്യസ്തരും തങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ചരമവാർഷികത്തിന് വന്നതാണെന്ന് ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുവാൻ വൈദികരെയും സന്യസ്തരെയും പോലീസ് ജീപ്പിൽ കയറ്റി ഈ തീവ്രവാദികൾ ഇല്ലാത്തിടത്ത് ഇറക്കിവിട്ടു. പോലീസ് ചെയ്തത് ധീരകൃത്യമായി പലർക്കും തോന്നാം. പക്ഷേ അത്രയും ആളുകൾ നിങ്ങൾക്ക് മുമ്പിലിട്ട് വൈദികരെയും സന്യസ്തരെയും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും അത് നേരിട്ട് കണ്ടിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കുവാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? അതിനു പകരം അവരെ പ്രീതിപ്പിക്കുവാൻ നിരപരാധികളായ വൈദികരെയും സന്യസ്തരെയും പോലീസ് ജീപ്പിൽ കയറ്റി രാത്രി ആൾപ്പാർപ്പില്ലാത്ത വഴിയിൽ ഇറക്കിവിട്ടു. ഇവിടുത്തെ BJP നേതാക്കന്മാരൊക്കെ എവിടെ പോയി? ഇന്നലെ ഒഡീഷയിൽ വീണ്ടും 2 മലയാളി വൈദികരെ, 2 കന്യാസികളെ വീണ്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക. അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. 3 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ അതിനു മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു. ക്രൂരമായി അവരെ മർദ്ദിച്ചു. 2 കന്യാസിമാരെയും 2 വൈദികരെയും, മലയാളികളായ വൈദികരെയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 835ാമത്തെ സംഭവമാണ്. ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഇതെല്ലാം ചെയ്തു വെച്ചു. ഇത് സംഘപരിവാർ അജണ്ടയാണ്, BJP അജണ്ടയാണ്. ഇതൊരു ഹിറ്റ്ലർ രീതിയാണ്, ഒരു സിയോണിസ്റ്റ് രീതിയാണ്. ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും. അതാണ് BJPയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ അമേരിക്കക്കാരല്ല. 2000 വർഷത്തിന്റെ ചരിത്രം പേറുന്ന ക്രൈസ്തവ സമൂഹമാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉയർത്തിയ പ്രധാന വിമർശനമായിരുന്നു അമേരിക്കയിൽ നിന്നും മതപരിവർത്തനത്തിന് എത്തിയവരാണ് സന്യസ്തരെന്ന്. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവകാശമുള്ളവരാണ് രാഷ്ട്രത്തിനു വേണ്ടി നിരാലംബർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ സന്യസ്തരും വൈദികരും. ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ നീതി ലഭിക്കാതെ 2 സന്യസ്തർ പുറത്തു നിൽക്കുമ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ പരിവാർ കൂട്ടത്തിന്റെ വേട്ടയാടൽ. സംഭവത്തിൽ പോലീസിന് കേസ് കൊടുത്താലും ഭരിക്കുന്നവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന നിയമപാലകർ അതന്വേഷിക്കുവാൻ മടിക്കുന്നു എന്നതാണ് സത്യം. അപ്പം അവിടെ ഒരു കുടുംബത്തിലെ 2 പേര് മരിച്ചതിന്റെ ചരമവാർഷികത്തിന്റെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ അന്ന് വരണമെന്ന് അവരെ വിളിച്ചിരുന്നു. അതനുസരിച്ച് ഞങ്ങള് 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. 4 മണിക്ക് ഭയങ്കര മഴയായിരുന്നു. 4 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ 5 മണിക്ക്, കാരണം ഞങ്ങളുടെ കാറ്റഗിസ്റ്റ് ബൈക്കിനൊക്കെ ദൂരെ നിന്ന് വരണം. അങ്ങനെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 6 മണിയായപ്പോ ഞങ്ങൾ അവിടെ വില്ലേജിൽ ചെന്നു. വില്ലേജ് ചെന്നപ്പം ഇപ്പം ഈ ഞാറ് നടന്ന സമയമാണ് ഇവിടെ വില്ലേജൊക്കെ. അപ്പൊ ഒത്തിരി പേര് ഇവിടെ പറമ്പിൽ പണിയായിരുന്നു, കണ്ടത്തിലായിരുന്നു. അവർക്ക് തിരിച്ചു വന്നപ്പം സമയം ഏകദേശം 7 മണിയായി. അവിടെയൊക്കെ പള്ളിയൊന്നുമില്ല, ചെറിയ ഒരു വീടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ 7 മണിക്ക് ആൾക്കാരെല്ലാം കൂടെ വന്നു. നമ്മുടെ ക്രിസ്ത്യൻ, അപ്പം അവരുടെ സമാധി പോയി, അവരുടെ സെമിറ്ററി പോയി. അവിടെ വീടിന്റെ പറമ്പിൽ തന്നെയാണ് അവര് ഉണ്ടാക്കിയിരിക്കുന്നത്.
അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, തിരികെ വന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് അവര് ഈ 9 ഫാമിലീസിലെ എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഏകദേശം ഒരു 9 മണിയായി. അപ്പൊ 9 മണിക്ക് ഞങ്ങള് ആ വില്ലേജിൽ നിന്ന് പതുക്കെ ഞങ്ങൾ വണ്ടി കിടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു. വണ്ടിയെ കയറി അത് ഓണാക്കിയപ്പോ ഞാൻ 2-3 ബൈക്ക്, കാരണം ആ വഴി വളരെ ഇരുട്ടുള്ള ഒരു വഴി, 1 കിലോമീറ്ററോളം ഒരു ഫോറസ്റ്റ് ഏരിയ, അവിടെ ആൾക്കാരങ്ങനെ ഇല്ല, വെട്ടമില്ല. അപ്പൊ ഈ ബൈക്ക് ഒരു 2-3 എണ്ണം ഒരു അൺയൂഷ്വൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി. ഞങ്ങൾ വില്ലേജിനെ വിളിച്ചു. അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു ഒരു 5 ലേഡീസ്, ഒരു 3-4 ജെന്റ്സ്. അവർ ഞങ്ങളെല്ലാം പോകുമ്പോൾ ഒരു അരമണിക്കൂർ അകലെ ഇവരൊരു 80 പേരെങ്കിലും കാണിക്കും. ബജറംഗ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ നിൽപ്പുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഇരുട്ടാണ്. അവര് ടോർച്ചും ഇതൊക്കെ വെച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു. ആദ്യം ബൈക്കുകൾ നമ്മുടെ ക്യാറ്റ് സഹായിക്കുന്ന മുമ്പിൽ പോകുന്നുണ്ട്. നാളെ ബ്ലോക്ക് ചെയ്ത് നീ ഈ രാത്രിയിൽ എവിടെ എന്തിനാണ് വന്നത്? അപ്പൊ ആള് പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ അവര് വിളിച്ചതാണ്. അപ്പൊ ഞങ്ങളുടെ ഇത് വാസികളാണ്, നിങ്ങൾ തന്നെ ഇവരെ അമേരിക്കക്കാരാക്കാൻ പോവാണ്, ക്രിസ്ത്യനാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ആളെ വെച്ച് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആളെ അടിച്ച് ആ ബൈക്കൊക്കെ മറിച്ച് ഇട്ട് ഇപ്പം അവരിങ്ങനെ പറഞ്ഞു, ദാണ്ട അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ പറഞ്ഞു മറ്റുള്ള അവരുടെ എല്ലാം മൊബൈലിൽ തട്ടിപ്പറിക്കാൻ പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ വണ്ടിയിലേക്ക്. ഞങ്ങളെല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്റെയും ഡ്രൈവറിന്റെയും മൊബൈല് അവര് തട്ടിപ്പാക്കി. എന്റെ കൂടെ വേറെ ഒരു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് ഉന്തും തള്ളും അടിയൊക്കെ തന്നു. വേറെ വടിയൊന്നുമില്ല, കൈയും കൊണ്ട് ഉന്തും തള്ളും. ഞങ്ങൾക്ക് ഡ്രൈവർക്കും കിട്ടി, എന്റെ ഒരു സീനിയർ അച്ഛനും കിട്ടി. നല്ല അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി. ഞങ്ങൾ സിസ്റ്റേഴ്സ് 2 പേരുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് തന്നെ ഒരു ലേഡീസിനെ വിളിച്ചേച്ച്, അവിടെ ഇരുട്ടായിരുന്നു, വണ്ടിയുടെ പുറകിലേക്ക് വില്ലേജിലേക്ക് പറഞ്ഞു വിട്ടു. അവരങ്ങനെ സിസ്റ്റേഴ്സ് സേഫ് ആയിട്ട് വില്ലേജിലേക്ക് പോയി. പിന്നെ ഇവിടെ അവരൊത്തിരി ഞങ്ങൾ ചോദിക്കണമെന്ന് അവര് കേൾക്കുന്നില്ല. അവരുടെ കൂടെ 2 മീഡിയ പേഴ്സണെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവര് എത്രയിൽ വന്ന് മതപരിവർത്തനമാണ്, കൺവേർഷനാണ്, ഇവരെ അമേരിക്കക്കാരുണ്ടാക്കാൻ പോവാണ്. ഇപ്പം BJD അല്ല ഭരിക്കുന്നത്, ഞങ്ങൾ BJP പറഞ്ഞുകൊണ്ട് ഉന്തും തള്ളും. ഞങ്ങളുടെ കയ്യിലിരുന്ന ബൈബിളൊക്കെ മേടിച്ച്, സഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് അവിടെ എറിഞ്ഞു. വണ്ടിയുടെ ചാവിയൊക്കെ മേടിച്ച് അവരെ എറിഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോ പോലീസ് വന്ന് പോലീസ് വന്നപ്പോ ഇവര് ഒത്തിരി പ്രശ്നം നടക്കുന്ന അവരൊക്കെ മാറി ഓടിപ്പോയി. മൊബൈൽ എടുത്തവരൊക്കെ പോയി. കുറച്ചുപേര് കുടിച്ചിട്ട് പോകുന്നുണ്ട്, അവരൊക്കെ മാറിപ്പോയി. ഒരു 10-20 പേരായി. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത് മെയിൻ റോഡ് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ മേടിച്ച്, നമ്പറൊക്കെ മേടിച്ച് അവര് പറഞ്ഞു ഞങ്ങളെ. പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ അവര് 2 സൈഡും കേട്ടു. നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളാണ് അവരെ ഞങ്ങളുടെ ചരമവാർഷികത്തിന് പ്രാർത്ഥനകൾ വിളിച്ചതാണ്, അതനുസരിച്ച് അവർ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാർക്ക് എനിക്കായിരുന്നു തോന്നിയ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അത് നമ്മളെ ഒത്തിരി അച്ഛന്മാരെ സിസ്റ്റേഴ്സ്, ഒരു പോലീസുകാരനാണ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരാണ് ആ ഏരിയയിൽ. ബജ്രംഗ് ഗ്രൂപ്പും BJP ഒക്കെ അവരുടെ ഒരു സെന്ററാണ് ഈ എന്ന് പറയുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസ് പറഞ്ഞു ഞങ്ങൾ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരും വണ്ടിയിൽ കയറി. എനിക്ക് കം ടു പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളോട് പൊക്കളാൻ പറഞ്ഞു. അപ്പൊ ഒരു FIR ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ എത്രമാത്രം അത് ഉപകരിക്കുമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള അധികാരികളുടെ അവരാണ് ചെയ്യേണ്ടത്. അതിന് ആയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ കേസ് ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ മരിച്ചാൽ ശരീരം മറവ് ചെയ്യാൻ അനുവദിക്കില്ല. അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും അവരുടെ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാൻ അനുവദിക്കില്ല. ഒടുവിൽ യാഥാസ്ഥിതിക ഹിന്ദു സംഘടനയായ സനാതൻ സമാജ് ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രിയായ വിഷ്ണു ദിയോ സായിക്ക് ആദിവാസി മേഖലകളിലെ പള്ളികൾ പൊളിച്ചു മാറ്റണമെന്നും അച്ഛന്മാരെയും സന്യസ്തരെയും ഗ്രാമങ്ങളിൽ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിരിക്കുന്നു. BJD അല്ല BJP ആണ് ഭരിക്കുന്നതെന്നറിയില്ലേ എന്ന് ചോദിച്ചായിരുന്നു ഒഡീഷയിൽ ബജ്രംഗ് ദളിന്റെ ആക്രോശം. BJPയുടെ 10 വർഷത്തെ ഭരണം ബജ്രംഗ് ദളിനെ അത്രമാത്രം വളർത്തിയെങ്കിൽ
ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവർ. ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കെ കേന്ദ്രത്തിന്റെ മൗനാനുവാദത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നു. ബജ്രംഗ് ദളിന്റെ തന്ത്രം ഇനി ഫലിക്കില്ല. പരിവാർ സംഘടനകളെ കൊണ്ട് മുറിപ്പെടുത്തി സുഖപ്പെടുത്താമെന്നും നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് കടന്നു വരുവാൻ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ വർഗീയതയുടെ കൂരമ്പുകൾ ചുമന്ന് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരരുത്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവകാശവും ഉറപ്പുതരുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. മതേതരത്വത്തെ മതാധിപത്യമാക്കി പാവങ്ങളെ വേട്ടയാടരുത്. ഈ ദിനങ്ങൾ കടന്നു പോകുമെന്നും ഈ കെട്ടകാലം അസ്തമിക്കുമെന്നും നിങ്ങൾ തിരിച്ചറിയുക.